ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ ഒരു പുതിയ ജപ്പാനീസ് ഡ്രാമയാണ് കേട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡ്രാമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവർ മരിച്ചു പോയിട്ട് അവളുടെ ആ ഒരു വിയോഗത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിൽക്കുന്ന ഹീറോയെ അവൻ്റെ എല്ലാ കുറ്റം കുറവുകളും കൂടി തന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഹീറോയിനെ ഹീറോ സ്വീകരിക്കുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് ഈ ഡ്രാമ കണ്ട് മനസ്സിലാക്കിയാലോ. എന്നാൽ നമുക്ക് ടൈം കളയാതെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നു വന്നിട്ട് ഒരു ലേഡി വന്ന് ഒരു ഡോഗിനെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ. അതൊരു കോമ്പറ്റീഷൻ വന്നിട്ട് ഇവരിങ്ങനെ പ്രദർശിപ്പിച്ചേക്കുവാണ്. അതിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പേര് വന്ന് സാക്ക. അവന് വന്ന് അതിന് അവാർഡ് കിട്ടിയേക്കുവാണ് ആ ഒരു ഫോട്ടോയ്ക്ക്. 52ാമത് ജപ്പാൻ ആഡ് ഡിസൈൻ അവാർഡാണ് അവൻ അതിന് വിൻ ചെയ്തേക്കുന്നത്. ഇനി 5 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. 5 വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുവാണ്. അപ്പോൾ ഹീറോ സാക്ക വന്നിട്ട് ഒരു ലേഡി ആയിട്ട് നിന്ന് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. ആ പെണ്ണ് പറയാണ്, നിനക്ക് എന്നോട് യാതൊരു ട്രസ്റ്റും ഇല്ല, നീ വന്നിട്ട് എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തല്ലടാ, നീ വേറെ പെണ്ണുങ്ങളെ കൂടെയൊക്കെ പോകുന്നു പറഞ്ഞിട്ട് ഇവനെ അങ്ങ് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന സമയത്തും ഇതെല്ലാം കണ്ട് ഇവരെന്താ കപ്പിൾസ് വഴക്ക് കൂടുന്നതെന്നുള്ള രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഹീറോയിൻ്റെ പേര് വന്ന് നോറാക്കുറ എന്നാണ് കേട്ടോ. അപ്പോൾ അവൾ ഇത് നോക്കി നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഇവളെ കാണുമ്പോൾ ഒരു ഐഡിയ തോന്നും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് പറയുവാണ്, ഇന്ന് മുതൽ ഇവളാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ഗേൾ ഫ്രണ്ടിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ വന്നിട്ട് ഹാൻഡ് ബാഗ് വെച്ച് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ നിൽക്കുവാണ്. ആ സമയത്ത് അവൾക്കൊന്നും പറ്റരുതല്ലോ എന്ന് വെച്ചിട്ട് സാക്ക പിടിച്ച് മറയ്ക്കുമ്പോൾ അവൻ്റെ മുഖത്താണ് ആ ഒരു അടി കൊള്ളുന്നത്. എന്നിട്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് പെണ്ണ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടി കൊണ്ടേൽ വന്നിട്ട് നമ്മുടെ സാക്കയുടെ മുഖത്ത് ചെറിയൊരു പാടായി. മാത്രമല്ല ഇപ്പോൾ വന്നിട്ട് നമ്മുടെ നൊറാക്കുറേനെ ഇവൻ വന്ന് ഗേൾ ഫ്രണ്ട് ആക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നീ എന്തെങ്കിലും ചെയ്തോ പാടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ലാസ്റ്റ് അവൾക്ക് തോന്നുന്നത് പാവമല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കേർച്ചീഫ് വന്ന് ഇവന് കൊടുത്തിട്ട് പോവാണ്. പക്ഷെ ആ സമയത്ത് ഇവൻ വന്ന് ഇവളോട് ചോദിക്കുവാണ്, നീ നിൻ്റെ ആ ഒരു മൊബൈൽ നമ്പർ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നൊറാക്കുറ പറയണം, അതൊന്നും പറ്റത്തില്ല, നിനക്കൊക്കെ ഞാൻ എന്തിനാ എൻ്റെ മൊബൈൽ നമ്പർ തരുന്നതെന്ന് പറഞ്ഞ് ദേഷിച്ച് അവൾ അവിടെ നിന്ന് പോവാട്ടോ. ഇനിയാണെങ്കിൽ നമ്മുടെ സാക്ക നേരെ പോകുന്നത് ഇവന് സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്. പക്ഷേ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനി വന്നിട്ട് ഒരു ഡിസൈനിങ് കമ്പനിയാണ് കേട്ടോ. ആഡൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലത്തെ ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിൽ ആകെ 2 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഇവർക്കാണെങ്കിൽ അക്കൗണ്ട്സ് നോക്കാനോ അല്ലാതെ റഫായിട്ട് വേറൊരു സ്റ്റാഫൊന്നുമില്ല. ഈ ഇരിക്കുന്ന 2 സ്റ്റാഫും ഡിസൈനേഴ്സാണ്. സോ ഇവർക്കൊരു എക്സ്ട്രാ സ്റ്റാഫ് വേണ്ടതുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇന്നൊരാൾ ഇൻ്റർവ്യൂവിനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ചെന്ന് നോക്കുമ്പോൾ അതാരാണ്, അത് വന്ന് നമ്മുടെ നൊറാക്കുറ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ്. അവളും ആകെ ഷോക്കായി നിൽക്കുവാണ്. കാരണം ഇപ്പോൾ ഇവൾ വന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ബോസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സാക്കയാണ്. എൻ്റെ സാക്ക ഇവളെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കും. അപ്പോൾ ഇവളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ നല്ലപോലെ നടക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇവളെ വന്നിട്ട് ഇവൻ ഈ ഒരു ജോലിക്ക് വന്ന് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ തരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തും നമ്മൾ നൊറാക്കുറ പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ നമ്പറും കൊടുക്കുവാണ്. എന്നിട്ട് അവൾ നേരെ ചെന്ന് ബാക്കി 2 സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഡിസൈനേഴ്സ്, അവർ 2 പേരും പരിചയപ്പെടുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവർ പറയുകയാണെന്നുള്ള അടുത്ത് ഇവിടെ വന്നിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്, ഒഫീഷ്യൽ റൂൾസ് അല്ലാതെ ഇച്ചിരി പേഴ്സണൽ റൂൾസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ബോസാണല്ലോ സാക്ക. ആൾ വന്നിട്ട് ആളുടെ അടുത്ത് ഒരിക്കലും ആളുടെ പാസ്റ്റിനെ പറ്റിയോ ആൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാത്തതെന്നോ ഒരിക്കലും ചോദിക്കാൻ നിൽക്കരുത്. അതൊന്നും ഇവിടെ സംസാരിച്ചുകൂടാന്ന് പറയുന്ന സമയത്തും ഇവളും അത് എന്താണെന്നുള്ള രീതിക്ക് ആലോചിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചിട്ട് അവളും അത് വേണ്ടാന്ന് വെക്കും. എന്നിട്ടാണെങ്കിൽ ഇവളിപ്പോൾ ജോലിയിൽ അന്നോട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ വന്ന് ആളെ വിളിക്കുവാടോ. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഹൈ ഹീൽസ് ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു കമ്പനി ജോലി ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലിപ്പ് പോലത്തെ ഒരു ചെരുപ്പ് കൊടുത്തിട്ട് പറയണം, നീ എന്തിനാ ഈ ഹൈ ഹീൽസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഈ ചെരുപ്പ് ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവളും ഭയങ്കര ഹാപ്പി. തൻ്റെ ബോസ് വന്നിട്ട് ഭയങ്കര നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ ചെരുപ്പിട്ട് മാറുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ അടിയിൽ അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവുകൊണ്ട് അവൾ തറയെ വീഴും. ഇതെല്ലാം കണ്ട് അവിടെ ഇരുന്ന് സാക്ക ഭയങ്കര ഹാപ്പി കേട്ടോ. നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവൾക്ക് ഇച്ചിരി ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതൊരു തമാശയായിട്ട് മാത്രമാണ് അവൾ എടുക്കുന്നത്. മാത്രമല്ല പിന്നെ അവൾ അങ്ങോട്ട് ജോലി ചെയ്യുമ്പോഴല്ലേ ഇവൾക്ക് വേണ്ടി എല്ലാം കെണിയൊരുക്കി വെച്ചേക്കും അവൻ. ഇപ്പോൾ സെല്ലോ ടേപ്പ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ സെല്ലോ ടേപ്പ് തറയിൽ വീഴുന്ന സമയത്തും കുറേ സാധനങ്ങൾ അടക്കി വെച്ച് അത് തറയിൽ വീഴുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ നൊറാക്കുറ ഇഡിയറ്റ് ആണെന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ പല രീതിക്കും ഇവൾ ഭയങ്കരമായിട്ട് ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാക്ക.
അങ്ങനെ ഒരിക്കൽ അവളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാക്കി ചോദിക്കണം, അതെന്താ നിൻ്റെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ, നീ എന്താ ഇത്ര ഹാപ്പി ആണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയണ, അല്ല എനിക്ക് വന്നിട്ട് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നോക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിന്. അപ്പോൾ ആൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ആളെ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവരുടെ ഓഫീസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് പോകാട്ടോ. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സാക്കി നൊറാക്കുറയോട് ചോദിക്കുവാണ്, നീ പറഞ്ഞ നിനക്ക് ലൈഫിലുള്ള ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം എംപ്ലോയി ആണ്. അപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഓരോ സ്ഥലത്തും ജോലി ചെയ്തേക്കുന്നത്. അധിക കാലം ഒന്നും ഒരു കമ്പനി എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സും ഇല്ല, മാത്രമല്ല കമ്പനി ഡിന്നേഴ്സും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു സ്ഥലത്ത് ഫുൾ ടൈം എംപ്ലോയി ആയിട്ടും സ്ഥിരമായിട്ടൊരു കമ്പനി വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനി അധികം വൈകാതെ അത് സാധിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നടന്നു വരും കേട്ടോ. ആ സമയത്താണ് ഇവൾക്കൊരു മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ല ഒരു ചെറുക്കൻ. ആ ചെറുക്കൻ അങ്ങോട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഇവർ ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു കമ്പനിക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഡീറ്റെയിൽസ് അയക്കാനാണ് ഇവൻ വന്നേക്കുന്നത്. അപ്പോൾ ഇവൻ വരുന്ന സമയത്ത് നമ്മുടെ സാക്കിസൊക്കെ പറയണം, ഓക്കെ ഞാൻ നിനക്ക് 5 minutes ടൈം തരാം, ഇത് വന്ന് ജോലിയുടെ ടൈമാണ്, അത് നിനക്ക് അറിയാലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, 5 മിനിറ്റൊക്കെ സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് സാക്കി മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ വരുന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, ഇവളുടെ അടുത്ത് പറയാണ്, ആക്ച്വലി 19-ാം തീയതി ഇൻ്റർവ്യൂ വന്നിട്ട് ഇവർ വെച്ചിരുന്നത്, അതിപ്പോൾ വന്നിട്ട് 26-ാം തീയതിക്ക് മാറ്റിയെന്ന് പറയുന്ന സമയത്ത് ഇവളും ഓക്കെ എന്നുള്ള രീതിക്ക് നിൽക്കുക. പക്ഷേ ഇത് കേട്ടുകൊണ്ട് സാക്കി പറയാണ്, ഒരിക്കലും ഒരു HR ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ ഡേറ്റിന് ഇൻ്റർവ്യൂ മാറ്റി വയ്ക്കത്തില്ല, ഇതിലെന്തോ തെറ്റുണ്ട്, ഇവൻ കള്ളം പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴി ആ ഒരു ചെറുക്കൻ്റെ മേലിടുന്ന സമയത്ത് ആ ചെറുക്കന് ഭയങ്കര കലിപ്പാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു നൊറാക്കുറയുടെ പ്രത്യേക ക്യാരക്ടർ വെച്ചാൽ അവളെ എല്ലായിടത്തും ഭയങ്കര ഇതായിരിക്കും. അവളുടെ അടുത്ത് തെറ്റ് ചെയ്താൽ പോലും അവൾ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് ഒരു ദുഷിപ്പും പറയാതെ പാവം പോലെ നിൽക്കുന്ന ഒരു പെങ്കൊച്ചാട്ടോ. അതുകൊണ്ട് ഇവൾക്ക് ദേഷ്യം വരും. ഇവളുടെ ഫ്രണ്ടിനെ ആണല്ലോ ഇവളുടെ ബോസ് ഇങ്ങനെ സംസാരിച്ചത്. മാത്രമല്ല ഇവൾ വന്ന് സാക്കി കണ്ടുമുട്ടിയ സിറ്റുവേഷനും വേറെ. അതുകൊണ്ട് ഇവർ ഇച്ചിരി നല്ല ഫ്രണ്ട്സ് പോലെയൊക്കെ ആട്ടോ. അതുകൊണ്ട് പറയാണ്, സാക്കി നീ സോറി പറ, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് സാക്കിയെ കൊണ്ട് അവൻ്റെ അടുത്ത് സോറി പറയിപ്പിക്കട്ടോ. അപ്പോൾ അവൻ ഇച്ചിരി വലിയ ആളായ പോലെ ഞെളിയുന്നുണ്ട് ആ ഒരു ചെറുക്കൻ. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡേയും വരും കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേ 19-ാം തീയതി അങ്ങനെ വരുന്ന സമയത്ത് ഇവൾ ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ പറഞ്ഞില്ലേ 26-ാം തീയതി ആയിരുന്നു. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈം തീരുന്ന സമയത്ത് ഇവൾക്കൊരു കോൾ വരുവാണ്. അത് ഇവർ ഒരുമിച്ച് പോകാൻ നിന്നൊരു കമ്പനിയിൽ നിന്നാണ് കോൾ വരുന്നത്. വേറെ ഒന്നുമല്ല, ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അപ്പോൾ അവൾ പറയണില്ല, എനിക്ക് ഇച്ചിരി അർജൻറ്റ് കാര്യം വന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടി. ഇവൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ, കണ്ണ് നിറയുന്ന. ഇവളുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ആ ഒരു കമ്പനി കയറി പറ്റണമെന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല. ആ ചെറുക്ക് ഇവളെ ചീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് സാക്കിക്ക് ഇത് മനസ്സിലായത് അവൻ വന്നിട്ട് പറയുകയാണ്, എനിക്കത് അപ്പോഴേ അറിയായിരുന്നു. കാരണം അവൻ്റെ ഒരു കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നിൻ്റെ അടുത്ത് അങ്ങനെ കള്ളം പറഞ്ഞേ. നീ അത് വിശ്വസിച്ച് പോയില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോഴേ വിളിച്ച് അവരുടെ അടുത്ത് നടന്ന കാര്യമെല്ലാം പറയാട്ടോ. പക്ഷെ നമ്മുടെ നൊറാക്കുറയുടെ മനസ്സ് വെക്കണം. അവൾ പറയണം, വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവനും ജോലി കിട്ടത്തില്ലല്ലോ, അത് വേണ്ട, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതല്ലേ, എനിക്ക് ഇനി വേറെ കമ്പനിയിലായാലും ഞാൻ നോക്കിക്കോളാം, ഇത് എൻ്റെ ഭാഗത്ത് തെറ്റ്, ഞാനായിരുന്നു ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത്, നീ പറഞ്ഞ പോലെ ഞാനൊരു ഇഡിയറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ടും പാവം നമ്മുടെ നൊറാക്കുറ സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടുന്ന കാണുന്ന സമയത്ത് ഇവന് ഭയങ്കര ഇതാവുണ്ട്. അവളാണെങ്കിൽ കരയാതെ ആ കരച്ചിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ കരയുന്നില്ല. അതുകൊണ്ട് ഇവളുടെ കവളൊക്കെ പിടിച്ച് നല്ലപോലെ നുള്ളു കേട്ടോ, വേദനിച്ചിട്ടെങ്കിലും കരട്ടെ വെച്ചിട്ട്. എന്നിട്ട് അവൾ കരയുന്നില്ല. അവസാനം ഇവൻ്റെ മേലിൽ ചേർത്ത് കിടത്തിയിട്ട് പറയണം, നീ കരയുന്നിടത്തോളം കരഞ്ഞ് സങ്കടം തീർത്ത് മനസ്സേ വെച്ചിട്ടിരുന്നിട്ടും ഒരു കാര്യമില്ലെന്ന് പറയാട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, ഇവളിങ്ങനെയാണ് ഇത്രയും കാലം ഓരോരോ കമ്പനിയിൽ നിന്ന് പുറത്തു വന്നതെന്ന്. ആക്ച്വലി ഓരോ കമ്പനിയിലും എന്തെങ്കിലും ഇപ്പോൾ ചീറ്റിംഗ് ഒക്കെ ഉള്ള ഫ്രണ്ട്സ് നടത്തുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവൾ അത് എടുത്തിട്ട് ഇവളുടെ തലയിൽ വയ്ക്കും. ഇവളുടെ ഫ്രണ്ട്സിന് ഒരു മോശം വരരുന്നു. അങ്ങനെ ഇവളാണ് സ്വയം ത്യാഗം ചെയ്ത് വന്നുകൊണ്ടാണ് ഇത്രയും കമ്പനിയിൽ നിന്ന് ആൾ പുറത്തായി വന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സാക്കിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഇവൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിയാനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അന്ന് രാത്രി അവൻ വീട്ടിൽ പോയതിനു ശേഷം സാക്കി ആലോചിക്കുകയാണ് വിളി പറഞ്ഞ കാര്യങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യണമെന്നല്ലേ. ഇതെല്ലാം ആലോചിച്ച് ഇവൻ എന്തൊരു ഡിസിഷൻ എടുക്കുന്നത്. പിറ്റേന്ന് ചെല്ലുന്ന സമയത്തും ഇവളെ വിളിച്ചിട്ട് പറയണം, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫുൾ ടൈം എംപ്ലോയി ആവണമെന്നല്ലേ, അത് വന്ന് ഞാൻ നിനക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടി പോലെ ഒരു സംഭവം എടുക്കുക. എന്ന് വെച്ചാൽ അവർക്കൊരു ബാഡ്ജ് പോലെ, ആ ഒരു കമ്പനി വർക്ക് ചെയ്യാനുള്ള ഒരു ബാഡ്ജ് പോലെ കേട്ടോ. അതെടുക്കുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര ഹാപ്പി. കാരണം അവളുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് അല്ലയോ. അപ്പോൾ അവളത് വാങ്ങിച്ചിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതി വെച്ചേക്കുവാണ് നൊറാക്കുറ ഒരു ഇഡിയറ്റ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യം വരും, എന്നെ പിന്നെയും ചീറ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സാക്കി ഒറിജിനൽ സാധനം എൻ്റെ കയ്യിലുണ്ട്, പറ്റുവാണെങ്കിൽ എൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിച്ചോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവൻ്റെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ഓടിപ്പിടിച്ച് കളിക്കുന്നത് കണ്ട് ബാക്കി 2 എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർ പറയുകയാണ്, നമ്മുടെ സത്യം പറഞ്ഞ സാക്കി എന്താ പറ്റിയ ആൾ അന്ന് ആ ഒരു പ്രശ്നത്തിന് ശേഷം
ഇത്രയും കാലം അവനായിട്ടൊരു കാര്യം ഡിസൈൻ ചെയ്തില്ല. പക്ഷെ ഇന്ന് എന്ത് പറ്റി, ഇവൾക്ക് വേണ്ടി ആ ഒരു ബാഡ്ജ് സ്വയം ഡിസൈൻ ചെയ്ത് കൊടുത്തല്ലോ. ഇവർ തമ്മിൽ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്ന രീതിക്കാണ് എംപ്ലോയീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനമുള്ള ഓടിപ്പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഡ്ജ് വാങ്ങുകയാണ് കേട്ടോ. ആ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.